ഈ ഒരു വീഡിയോ ശരിക്കും റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നവർ, അതായത് ജെഇ ഒക്കെ സീരിയസ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. ഇതിന്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം തൊട്ടേ ഒരുപാട് ആളുകൾ ചോദിക്കുന്നു, ഇപ്പോഴും കറന്റ് നോക്കിയാലും ഫ്രഷ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, മാത്സ് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പം മാത്സ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് വലിയൊരു പ്രസക്തി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ആരും അത് ശ്രദ്ധിക്കത്തില്ല. കാരണം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്യും, നിങ്ങളത് നോക്കും. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും മെജോറിറ്റി ആളുകൾ, കാരണം നല്ലപോലെ പോണ ആളുകളുണ്ട്, പക്ഷെ ഒരു 80% ആളുകൾ ലാസ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ജെഇ ഫസ്റ്റ് സെഷൻ കഴിയുമ്പം ക്യുസാറ്റ് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത്. കാരണം നമ്മൾ ക്യുസാറ്റിന്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ്, ക്യുസാറ്റിന് വേണ്ടിയിട്ട് എൻക്വയറീസ് ഒരുപാട് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിനകത്ത് A to Z കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ക്ലാസ് ആ ഒരു രീതിയിലായിരിക്കും പോണത്. പക്ഷെ നിങ്ങൾ എന്താണ്, ക്ലാസ് അല്ലാതെ നമ്മുടെ ഒരു സർവീസ് അല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങളും പ്ലസ് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീക്കിലി വെബിനാർ പോലെ ഓറിയൻറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഓരോ വീക്കിൽ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഒരു വെബിനാർ, അതിനകത്ത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കുറച്ച് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഡ്വൈസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിട്ട് നമ്മളൊരു ഇൻട്രാക്ഷൻ ആയിട്ട് വീക്കിലി ഒരു വെബിനാർ വെക്കുന്നതിനെ പറ്റി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെബിനാറിനെ പറ്റി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഞാൻ നമ്മളൊരു ഗ്രൂപ്പോ എന്തെങ്കിലും ഫോം ചെയ്ത് നിങ്ങളെ അത് അറിയിക്കാം. ഇവിടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സബ്ജക്റ്റ് അപ്രോച്ച് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാവരും മിക്കവാറും ചെയ്യുന്നൊരു സംഭവമാണ്, ഫിസിക്സ് കെമിസ്ട്രി വെച്ച് മാക്സിമം പിടിക്കാൻ നോക്കും. മാത്സ് നിങ്ങൾ എന്താണ് അത്രയും സീരിയസ് ആയിട്ട് നോക്കത്തില്ല, കാരണം ഇതിനകത്ത് കൂടുതൽ പിടിക്കാൻ നോക്കും. പക്ഷെ നിങ്ങൾക്ക് മാത്സ് ഇല്ലാതെ ഒരു പരിധി കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ജെഇക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ മാത്സിനെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും മാത്സ് പൊതുവെ പാടായിട്ട് വരും. കാരണം എന്താണ്, കൂടുതൽ ടൈം ഇതിന് രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു പേടി വരുന്നത് കൊണ്ടും കൂടി നിങ്ങൾ മാറ്റി വയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇതിനൊരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ്, ജെഇ ഫസ്റ്റ് സെഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യുസാറ്റ് നിങ്ങൾ പ്രതീക്ഷ പോലെ നിങ്ങൾക്ക് ഒരു റാങ്ക് കിട്ടുമെന്നില്ല. പക്ഷേ കീമിന് നിങ്ങൾക്ക് കിട്ടും. കീം വലിയ ടാസ്ക് ഒന്നും അല്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്ലസ് 2 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അഡ്മിഷൻസ് ഒരുവിധം സെക്യൂർ ആണ്. അപ്പോൾ ഏതൊക്കെ ബുക്കാണ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ ഒന്നാമത്തെ കാര്യം NCERT. അപ്പോൾ NCERT നിങ്ങൾ സ്കൂളിൽ ചെയ്ത് തീർത്ത കാര്യമാണ്. അപ്പോഴത്തേക്ക് അത് വലിയ കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു റഫായിട്ട് ഒരു 2 ദിവസം ഇരുന്ന് കഴിഞ്ഞ് ഓരോ ചാപ്റ്റർ വെച്ച് തീരും. NCERT വലിയ ടാസ്ക് ഇല്ല. കാരണം എന്ന് വെച്ചാൽ NCERT ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. അപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പലരും NCERT ഇതുവരെയായിട്ടും ഫുള്ള് പോലും ചെയ്യാതെയാണ് ലാസ്റ്റ് ക്യുസാറ്റ് എഴുതാനും കീം എഴുതാനും. കീമിന് പിന്നെ വലിയ പ്രശ്നം വരത്തില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മതി. പക്ഷെ നിങ്ങൾ ജെഇ പോലും ചെയ്യുന്ന ആളുകൾ, ജെഇ പ്രിപ്പറേഷന് റിപ്പീറ്റ് ചെയ്യുന്നവർ പോലും പലരും എന്താണ് NCERT തൊടാറില്ല. NCERTയിൽ ഒരു ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറയും. NCERT നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ഇൻ്റഗ്രേഷൻ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ പോലുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ NCERT എത്രയും ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് എന്താണ് സ്മൂത്ത് ആയിട്ട് കയ്യിൽ നിൽക്കും. അപ്പോഴേക്ക് NCERT മസ്റ്റ്, ഇത് നിങ്ങൾ ആദ്യം ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം NCERTയിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യുക. NCERT കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, പൊതുവെ കയ്യിൽ നിന്ന് സബ്ജക്റ്റ് പതുക്കെ പോകും. അത് മാത്സിന് മാത്രമല്ല, കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾ NCERT A to Z അറിയാം. ഫിസിക്സ് പിന്നെ നല്ല നോട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ കെമിസ്ട്രി നല്ലപോലെ A to Z NCERT, അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. മാത്സ് നിങ്ങൾ എന്താണ് NCERT ചെയ്യുക. NCERT എന്ന് വെച്ചാൽ NCERT ചെയ്തൊന്നും ആവത്തില്ല. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക്സിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് NCERT ചെയ്യുന്നതോടുകൂടി ശരിയാണ്. ഇനി ബുക്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതുണ്ടെങ്കിൽ അത് അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്യുക. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് സെങ്കേജ് ആണ്. അപ്പോൾ സെങ്കേജ് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളത് ആകെ എന്താണ് സെങ്കേജിൻ്റെ മെറ്റീരിയലാണ്. ഞാൻ ഉപയോഗിക്കുന്ന ബുക്സ് സെങ്കേജിൻ്റെ ബുക്സാണ്, ഈ ബുക്സാണ്. അപ്പോൾ ഈ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നില്ല, പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എന്താണ് ഒരുവിധം കാര്യങ്ങളെല്ലാം ചെയ്ത് വരച്ചിട്ട്, അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്ക്, സെങ്കേജിൻ്റെ ബുക്കാണ്. അപ്പം ഈ ബുക്കിനെ പറ്റി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം NCERT നോളജ് ഉണ്ട്, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തുടക്കത്തിൽ ചെറിയൊരു ഡിഫിക്കൽറ്റി കാണും. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവലാണ്, കുറച്ചല്ല അത്യാവശ്യം ലെവലാണ്. പക്ഷേ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ A to Z കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു വിധം എന്താണ്, ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ വേറെ രീതിയിലോട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്ന ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് വേ ആണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിനെ പല ഡിഫറെൻറ്റ് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ തിങ്കിങ് കാര്യങ്ങളും എല്ലാം മാറി
നിങ്ങൾ A to Z കൺസെപ്റ്റ് ഇതിനകത്ത് എന്തുകൊണ്ട് ഇന്ന സാധനം ഇങ്ങനെയായി, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള റീസൺ, പ്ലസ് ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻസ് ഇൻ ഡെപ്തിൽ എല്ലാം എന്താണ് A to Z എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് ഫോളോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ബുക്ക് കൊണ്ടുള്ള ഗുണം. അതിനകത്ത് കൺസെപ്റ്റ് എല്ലാം ഫുള്ളും വരും, A to Z എല്ലാ കൺസെപ്റ്റും ഉണ്ട്. ഓൾമോസ്റ്റ് എന്താണ് ഒരു 99% എല്ലാ ഇക്വേഷൻസും പാറ്റേൺസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇത് കണ്ടിന്യൂസ് മൊത്തം ചെയ്ത് തീർക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് എന്താണ് മെയിൻസ് ഈസി ആയിട്ട് പോയി എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഒരു സാധനം എഴുതാൻ പറ്റി നമ്മുടെ ക്വിസാറ്റ് ക്ലാസ് പോകുന്നതും പല കാര്യങ്ങളും ഈ ബുക്കിൽ നിന്നുള്ള തിയറി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് എൻ്റേതായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് ഓരോരുത്തർ ചെയ്യുന്ന സ്റ്റൈൽ അനുസരിച്ച് മാറും, ഓരോ ആളുകൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ തിങ്കിങ് അനുസരിച്ച് മാറും. ഞാൻ ചെയ്യുന്ന കുറച്ച് സ്റ്റൈലുകളുണ്ട്, പക്ഷെ എന്തെങ്കിലും വേറെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു ബുക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസിന് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടോ അത് നല്ലപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് നിങ്ങൾ പറയുക, കാരണം ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് അനുസരിച്ച് ചെയ്യും. ഈ ഒരു ബുക്കും അത്യാവശ്യം എന്താണ് നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ കോച്ചിങ് മെറ്റീരിയലും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു ബുക്ക് പേഴ്സണലി ഈ ഒരു ബുക്ക് എന്താണ് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ കോച്ചിങ് എടുത്ത് എന്തൊക്കെ എടുത്താലും നിങ്ങൾ ഇത് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം റാങ്ക് വരുന്ന എല്ലാ ആളുകളും ഇത് ചെയ്ത ആളുകളാണ്. ഇത് ചെയ്ത ആളുകളായിരിക്കും മിക്കവാറും നിങ്ങൾ കീമിനൊരു 100, 500 വന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു 1000 ആ റേഞ്ച് അത്രയും നല്ല റാങ്ക് വന്നവരുണ്ടെങ്കിൽ അതിനകത്തൊരു 80-90% ആളുകൾ ഇത് നല്ലപോലെ ചെയ്തിട്ട് പോയ ആളുകളായിരിക്കും. അപ്പോൾ അതാണ് ഈ പറയാനുള്ളത്. നിങ്ങളൊരു വലിയ റാങ്കാണ്, നിങ്ങൾക്കൊരു അഷുറൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്സ് ഫോക്കസ് ചെയ്യുക. മാത്സ് ഫോക്കസ് ചെയ്യണമെങ്കിൽ എങ്ങനെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT നോക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് ബുക്കാണെന്നുള്ളത് നിലവിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ബുക്കാണ്, സെങ്കേജ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബുക്ക് ബ്ലാക്ക് ബുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എടുക്കാം. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഇത് ഒരു ഓപ്ഷനിലാക്കി വെച്ചാലും ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, ഏത് പാറ്റേൺ ആണ്, പെട്ടെന്ന് നിങ്ങൾ പാറ്റേൺസ് കിട്ടും. ഒരു ക്വസ്റ്റ്യനകത്ത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു, അത് എന്തൊക്കെ കണ്ടീഷൻ എടുക്കണം, ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റ് വരെ കാത്തു നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എന്താണ് പിന്നെയും ഒരു 5-6 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ ഗ്രാജുവലി ഇതെന്താണ് സിമ്പിളായിട്ട് നോർമൽ ബുക്ക് ചെയ്യുന്ന പോലെ നിൽക്കാം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ജസ്റ്റ് ടെലഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് PDF അവൈലബിൾ ആണ്.